അനശ്വര ഹായ്. അപ്പം സിനിമ ഗംഭീരമായിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പക്ക ഒരു എന്താ പറയുക ഒരു കോളേജ് വൈബിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ശരിക്കും ഒരു നമ്മുടെ ആ ടൈം പീരീഡിലൂടെ പോകുന്ന സ്കൂള് കോളേജ് ആ ഒരു ഉണ്ടാകുന്ന ലവ് സ്റ്റോറീസ് ഒക്കെ ഒരൊറ്റ സീനിൽ നമ്മളിങ്ങനെ നൊസ്റ്റാൾജി പോലെ ഒരു പോകുന്ന ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ശരിക്കും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല 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 ഓർമ്മകള്, ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് മെമ്മറീസ്. ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അത് ഫീൽ ചെയ്തപ്പോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് അത് പടം ഇഷ്ടപ്പെട്ടോ? താങ്ക് യു, വന്നതിന് താങ്ക് യു സോ മച്ച്. സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ഈ പോയിന്റ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. ഇപ്പം നമുക്ക് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴേലും ഒരു പ്രേമം ഉണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയത്. അതിനുശേഷം അതിനൊരു ക്ലോഷർ കിട്ടുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ മദൻ നെറേറ്റ് ചെയ്തതും ഭയങ്കര രസമായിട്ടാണ്, ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് ആൾ നെറേറ്റ് ചെയ്തത്. സോ എനിക്കതിൻ്റെ ഒരു ഭാഗമാവണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ എത്തിയത്. Rajinikanth sir padam paathitte enna sonnanga, means he came for the premiere, which is a very rare incident. So enna sonnanga padam paathitte? First of all, thank you for coming. A very good evening to all of you. I'm very happy that we sat and watched the film with all of you to see the places you laughed in and you clapped in. It was wonderful. And I think Thambi and I are going to take Anaswara with us to Tamil cinema permanently. We're so happy. We're working with her and we're so proud of how she's done. I'll come to your question. I didn't forget that. And also, Abhi, thank you for Tourist Family accepting him as a director, and I hope you accept him as a hero as well. And for Thambi, me and Madan, please give us the same love you gave Tourist Family. So to you, Appa watched the film yesterday, yes, and it was such an amazing feeling for all of us as a team. Appa's energy is so amazing. So when he came with that energy to watch our film, and he really liked it. And when I went to see him after that, he's like, super hit karna, sure shot. So that's what makes us very happy. Abhish, Madan, more than a director, he's my close friend. So Tourist Family or co-director is Madan. So I known him from a long time. So கொஞ்சம் எனக்கு கம்ஃபர்டபுள் தான். ஸோ என்னதான் இருந்தாலும் மதனுக்கு ஐ மீன் உங்களுக்குள்ள ஒரு கம்ஃபர்ட் ஜோன் இருந்துச்சு. ஸோ அது ஈஸியாக தான் இருந்துச்சு, எந்த ப்ராப்ளமும் இல்லை. எங்களுக்கு எங்கள் சீனியர் ஆக்டர் யார் அனஸ்வரா பார்க்கும்போது தான் கொஞ்சம் பயமாக இருந்துச்சு. மற்றபடி சில் தான். bro, your dance is getting viral in lot of places. So வைரலா? Thank you. Getting lot of attention. So what is the secret behind that dance steps? சீக்ரெட்டா? தெரியல. ஐ திங்க் கொரியோகிராஃபர் மாஸ்டர் அவரோட டீச்சிங் தான். தட்ஸ் இட். അനശ്വര, ഇവിടെ ഈ പ്രസ് ഷോ, ഇന്നലത്തെ പ്രസ് ഷോ കഴിഞ്ഞപ്പോ തമിഴ്നാട്ടില് പുതിയ ക്രഷ് എന്നൊക്കെ എല്ലാരും പറയണേ. അപ്പോ അങ്ങനത്തെ കുറെ കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? കാരണം ഇത് ഭയങ്കര ഡ്രീം റോളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള റോളാണ്. ശരിക്കും അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് എന്തോരം ഉണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും? വളരെയധികം. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ലാസ്റ്റ്. ഞങ്ങൾ കുറെ അവിടെ തമിഴ്നാട്ടിൽ കുറെ ഡയറക്ടേഴ്സ് പടം കണ്ടു, അവരുടെ അഭിപ്രായം അറിയിച്ചു. പക്ഷെ അല്ലാതെ നമുക്ക് ഓഡിയൻസിന് എടുക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ ടോട്ടൽ ഒരു തിയേറ്ററിൽ ഇരുന്ന ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ പ്രീമിയറിന് എടുത്തായിരുന്നു. അപ്പൊ പ്രസ് പടം കണ്ടു. അപ്പൊ അവര് ഇറങ്ങി വന്നോണ്ടിരിക്കുമ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുണ്ട്. ആ ചിരി മുഖത്ത് കാണാം. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് പറയുന്നല്ലാതെ അവരുടെ മുഖത്ത് ആ ചിരി കാണാം, അവരുടെ ആ ഒരു ഫുൾഫിൽമെന്റ് കാണാം. പടം കണ്ട് അവർ എൻജോയ് ചെയ്ത് ഇറങ്ങിയതിന്റെ ആ സന്തോഷം അവരുടെ മുഖത്ത് കാണാമായിരുന്നു, ജെന്യുവൻ ആയിട്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്താ പറയാ, ഭയങ്കര സന്തോഷം തോന്നി. കാരണം പടം ഞാൻ തുടങ്ങിയപ്പോ തൊട്ട്, കഥ ഞാൻ കേട്ടപ്പോ തൊട്ട് എനിക്കൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ആ ഷൂട്ട് തുടങ്ങിയതാണെങ്കിലും മൊത്തം അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒരു അതിന്റെ വർക്ക് നടക്കുമ്പോഴായിരുന്നെങ്കിലും എനിക്ക് ഉള്ളിൽ മൊത്തം ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അതൊരു നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ മറ്റന്നാൾ പടം ഇറങ്ങുമ്പോൾ ഓഡിയൻസിന്റെയും കൂടി അറിയുമ്പോൾ എനിക്ക് അത് ഐ എം പ്രിറ്റി ഷുവർ അതൊരു നല്ല റെസ്പോൺസ് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. Right now I feel so overwhelmed. സാർ, ഈ സിനിമ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഒരുപാട് സിനിമകൾ ഓർമ്മ വരും, ലൈക്ക് 96 അന്ന് മാത്രമല്ല. അപ്പം എപ്പോഴെങ്കിലും ഇത് കമ്പാരിസൺ, ഈ സിനിമ ഇറങ്ങിയാൽ കമ്പാരിസൺ വരുമോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ടോക്ക് വരുമെന്ന് എപ്പോഴും തോട്ട് പോയിരുന്നോ? 96ஓட கம்பேரிசன் வருமான்னு கேக்குறீங்க? யா,
யா அது சொல்லுவாங்க, பட் நீங்கள் படம் பார்த்துட்டீங்க. அந்த ஒரு நாஸ்டாலஜிக்கை தொட்டு வரும்போது கடைசியாக ஒரு சூப்பர் ஹிட்டான படம் 96. ஸோ அதனால அந்த ஞாபகங்கள் வரத்துக்கான வாய்ப்பு இருக்குது. பட் அது ஒரு நல்ல விஷயமா தான் பார்க்குறேன். ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ് ആക്ച്വലി. യാ, ഈ ഒരു സ്റ്റോറി ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു തോട്ട് എന്തായിരുന്നു? இல்லை அப்படிலாம் இட்ஸ் லைக் எவ்ரி ஒன் ஸ்டோரி. எல்லாத்துக்குமே ஒரு சின்ன ஒரு வைல்டான ஒரு ஆசை இருக்கும்ல, நம்ம சொல்லாத ஒரு க்ரஷ்கிட்ட சொல்கிறதுக்கான சான்ஸ் கிடச்சா எப்படி இருக்கும் அப்படின்ற அந்த ஒரு பாயிண்ட் தான் இந்த கதையை ட்ரைவ் பண்ணுச்சு. யா, ஸோ இட் வில் பி கனெக்டட் டு எவ்ரி ஒன், ஐ திங்க் ஸோ யா. മാത്യു, ആ കോംബോ ഏറ്റവും കൂടെ വൈറലായിരുന്നു. എനിക്കൊന്ന് ഈ സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കോംബോയും ആ സ്കൂൾ ഡേയ്സിലും ഇതൊക്കെ ആയിരിക്കും ഇച്ചിരി കൂടെ വൈറലാകാൻ ചാൻസ് കൂടുതൽ. ഒരു സ്കൂൾ ലവ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? ഹോപ്പ്ഫുള്ളി അത് അങ്ങനെ വന്നാൽ നന്നായി. ഐ മീൻ വരേണ്ട സാധ്യതകളുണ്ട്. വന്നാൽ നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്കൂളിലെ ചില ഇന്നസെൻസ് കാണിക്കുന്ന കുറെ നർമ്മ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അപ്പോൾ അത് വന്നാൽ വളരെ വളരെ നന്നായിരിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തമിഴിൽ ഇപ്പൊ 3ാമത്തെ ചിത്രമാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആദ്യത്തെ ഇപ്പൊ അധ്യക്ഷൻ തഗ്, ഇപ്പൊ ഇതിലോ 3 ടൈപ്പാണ്. അതായത് സ്കൂൾ കാലഘട്ടം ഉണ്ടായിരുന്നു കുറച്ചുകൂടെ യൂത്ത് ആയിട്ടുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് റോള്, ഇപ്പം ഇങ്ങനത്തെ ഒരു റോള്. അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്റെ ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആവണോ, അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് ഇപ്പോഴും കോൺഷ്യസ് ആവണം? ഞാൻ ഇപ്പോൾ തക്സും റാങ്കി ചെയ്തത് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമയായിട്ടാണ്. സുജാത കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് റാങ്കിയാണ്. അത് 7-8 വർഷം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഇനി ഒരു തമിഴ് പടം വന്നപ്പോൾ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. അധികം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല ക്യാരക്ടർ എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങും, അത് സീരിയസ് റോളാണോ കോമഡി റോളാണോ എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. തക്സും എനിക്ക് ബൃന്ദാ മാസ്റ്റർ എനിക്ക് പരിചയം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാർട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് റീസെന്റ് ആണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടറിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറുമാണ്, നല്ലൊരു സിനിമയും അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഇപ്പൊ യെസ്, അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും. ഇപ്പൊ ഞാനത് നോക്കുന്നുണ്ട്. എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയുക അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണത് ഞാനത് കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര, എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷനാണ്. എനിക്ക് ആ സീനാണത്. എനിക്ക് നരേറ്റ് ചെയ്തപ്പോഴും ഞാൻ കുറേ ചിരിച്ച ഒരു സീനാണത്. ഈ പറഞ്ഞ പോലെ ക്ലീഷേ ബ്രേക്ക് നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഒരു സ്ലോ മോഷൻ, കൊച്ചിനോട് കളിക്കുന്ന ഒരു നായകന്റെ പിഒയിലുള്ള സ്ലോ മോഷൻ ആയിരിക്കും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു നായിക ചമ്മിപ്പോകുന്നൊരു സാധനം എടുത്തത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. അത് ഷൂട്ട് ചെയ്തപ്പോഴും ആ പയ്യനും ആക്ച്വലി പൊളി തന്നെയാണ് എന്നെ മുഖത്തൊക്കെ വിളിച്ചപ്പോൾ അവിടെ സെറ്റിൽ നിന്ന് എല്ലാവരും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഷൂട്ട് ചെയ്തതും ഭയങ്കര രസമായിരുന്നു. അത് സിനിമയിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീൻസ് ആണത്. ബ്രാൻഡ് അംബാസിഡർ. எல்லாமே ஆ ஜோனர், பட் இருந்தாலும் ஃப்ரெஷ்ஷா இருக்கும் ஒரு ஃபிலிம். ஸோ இப்படி அந்த ப்ராசஸ் இன்னும் போயிட்டு இருக்கு. புதுசா கதை தேடி நான் போகலை, கதை தேடி வருது. ஸோ குட் நைட் யா அந்த மாதிரி ஒரு ஸ்னோரிங் சம்மந்தமாக ஒரு கதை வந்துச்சு. அண்ட் லவ்வர் ஒரு டாக்ஸிக்கான ஒரு ரிலேஷன்ஷிப். அஃப்கோர்ஸ் டூரிஸ்ட் ஃபேமிலி எல்லாமே எங்களை தேடி வந்துச்சு. ஸோ இதுவும் அதே மாதிரி தான். மதன் ஆல்ரெடி எங்களுக்கு ரொம்ப தெரிஞ்ச பையன். ஸோ லவ்வரில் கோ டைரக்டர் அண்ட் டூரிஸ்ட் ஃபேமிலியில் கோ டைரக்டர். ஸோ அவனோட ஜேர்னி எங்கள் கூட ரொம்ப பெருசு தான். ஸோ இமீடியட்டாக இந்த கதை மட்டும்தான் நானாக தேடி போனேன். ஏதாவது கதை வச்சுருக்கேன்னா சொல்லு அப்படின்னு சொல்லி நானாக கேட்ட கதை இதுதான். அப்போ தான் அவன் ஒரு 2 வீக்ஸ் முன்னாடி எங்கேயோ போயிட்டு ரொம்ப ஒரு 2 வீக்ஸ் தானே தான் 2 வீக்ஸில் அவன் எழுதப்பட்ட ஒரு கதை தான் அது. ஸோ அவனோட ஒரு ஃபீல் குட்டான ஒரு விஷயம் தான். ஸோ இன்னும் அடுத்தும் ஒரு கதை கேட்டிருக்கிறோம். ஸோ அதுவும் ஒரு மாதிரி ஒரு நல்ல ஒரு ஜானராக தான் இருக்குது. ஸோ ஃபீல் குட் இருக்குது. அதில் ஒரு மாதிரி ஜாலி, ஒரு ஃபன், அந்த மாதிரி ஒரு ஸ்கிரிப்டாக தான் இருக்குது அது. நல்லா இருக்கு. இது உங்களுக்கு பிடிச்சிருந்துச்சா? நைஸா. 4 படத்துல எது பிடிச்சிருக்கு? நம்மளும் கொஸ்டின் கேட்போமே கொஞ்சம். குட் நைட் தான் ஆல் டைம். டூரிஸ்ட் ஃபேமிலி வெளியே போனா without any knowing about the project I watched it, so I liked it really. Oh, super. இது பிடிச்சிருந்தா? இது nice. Super. Thank you. Soundary man, you are the director of Kochadiyan. So எப்போ டைரக்ட் பண்ண போறீங்க மீன்ஸ் அந்த மாதிரி தாட் எல்லாம் இப்போ கொஞ்சம் ஈஸியா
முடியும்ல அந்த அவுட் ஆஃப் பாக்ஸ் தாட். No, thank you. I am working on my script. I'll direct very soon this year. Thank you. எந்த ஹீரோ இங்க இருக்கார் ஒரு ஹீரோ, but not decided. I'm still working on the script. Thank you for mentioning Coach Aryan. Thank you. அபிஷ். ஸோ ஆக்டரா பிஸி ஆயிடுச்சா இல்லை டைரக்டரா? நீங்க எல்லாம் நல்லா எழுதுனீங்கன்னா பிஸி ஆவேன். ஸோ ரைட் வெல் ஐல் பி பிஸி. ஸோ எஸ், என்ன எதுவும் பண்ணல இப்போதைக்கு. இதுதான் டூரிஸ்ட் ஃபேமிலி வந்து ரொம்ப ஸ்பார்க் மாதிரி இருந்தது அந்த ஸ்டார்டிங் ஆஸ் அன் ஆக்டர். பட் இது வந்து ஃபுல் மேட்ச் பண்ணிட்டு, ஸோ அதுக்கப்புறம் என்ன மீன்ஸ் ஆக்டரா எப்படி ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு? ஆக்டரா ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு. எல்லா எக்ஸ்பிரஷன்ஸ், எமோஷன்ஸ் எல்லாமே பண்ணியாச்சு. டான்ஸ் எல்லாமே பண்ணியாச்சு. ஃபைட் பண்ணியாச்சு. இன்னும் சிங்கிங் மட்டும்தான் பெண்டிங். அதுவும் பண்ணிடுறேன். எஸ், எல்லாம் ഫുൾഫിൽമെന്റ് ആയിடுச்சு. ഞാനത് നല്ല പുറത്തെ ഭാഷകളിൽ എനിക്ക് നല്ല സിനിമകൾ വരുമ്പോൾ അതിലും നല്ലത് ചൂസ് ചെയ്യുന്നു. എനിക്ക് നല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രി എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണ്. അത് എന്നെ തേടിത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം മലയാളം സിനിമ കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത്. അപ്പൊ അത് അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ബോധപൂർവ്വം ഇവിടുന്ന് ബ്രേക്ക് എടുക്കണം എന്നൊന്നും. Again with your families on Feb 6th, and do support us all. Again, thank you very much. എല്ലാവരും കാണാൻ വന്നതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ പടം കണ്ടവർ നല്ല റിവ്യൂസ് തന്നെ പോയി ഇടണം. വളരെ നല്ല റിവ്യൂസ് തന്നെ പോയി പറയണം. എല്ലാ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും നിങ്ങളുടെ കാര്യം എക്സിനോടൊക്കെ കാണാൻ പറയണം പടം. നിങ്ങൾ സെറ്റാവണമെങ്കിൽ സെറ്റാവണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ, വന്നതിന് സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. எஸ், தேங்க்யூ ஆல். ஃபர்ஸ்ட் ஆஃப் ஆல் இவ்வளோ நேரம் வெயிட் பண்ணி படம் பார்த்ததுக்கு. டூரிஸ்ட் ஃபேமிலி பயங்கரமாக சப்போர்ட் பண்ணீங்க. சேம் நீங்கள் வித் லவ்வுக்கும் அதே சப்போர்ட் பண்ணுவீங்கன்னு நினைக்கிறேன். எனக்கு கொடுத்த அதே லவ்வை மதனுக்கும் நீங்கள் எல்லாரும் கொடுக்கணும். அண்ட் இந்த படத்தை ப்ளீஸ் எல்லார்கிட்டையும் ஸ்ப்ரெட் பண்ணுங்கள். நீங்கள் உங்களால் மட்டும்தான் அதை பண்ண முடியும். ஸோ இட்ஸ் மை ஹம்பிள் ரெக்வஸ்ட். தேங்க்யூ ஸோ மச். தேங்க்யூ.